ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാകും. ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും 2026 എന്ന് പറയുമ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മാറ്റങ്ങളുടെ സമയമാകും. വ്യക്തിതലത്തിലുള്ള വ്യക്തിബന്ധത്തിലും ആത്മീയ തലത്തിലുമൊക്കെ തന്നെ സാമ്പത്തിക തലത്തിൽ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന വർഷമായിട്ട് 2026 കാണാം. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള ഫലം പറയുന്നതിന് മുമ്പ് 2026 മീനക്കൂറുകാരുടെ ഗ്രഹഗോചരസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഗ്രഹഗോചരസ്ഥിതിയിൽ പ്രത്യേകിച്ച് സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങൾ ശനി, രാഹു, കേതു, ഗുരു. അതിൽ ശനിയുടെ സ്ഥിതി എടുക്കുമ്പോൾ ശനി 2026 ജന്മരാശിയിലാണ്, ജന്മശനി. അപ്പോൾ ആ ശനിക്ക് ജന്മരാശിയിൽ നിന്ന് മാറ്റമില്ല 2026. പിന്നെ ശനിക്ക് വരുന്ന ഒരു വ്യതിയാനം എന്ന് പറയുന്നത് ജൂലൈ 27 മുതൽ ജന്മരാശി നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ രാഹു ആണെങ്കിൽ 12-ലാണ്, വർഷ അവസാനമാണ് ആ രാഹു, ഡിസംബറിൽ 11-ലേക്ക് മാറുന്നു. കേതു ആണെങ്കിൽ 6-ലാണ്, വർഷാവസാനം ഡിസംബറിൽ ആ കേതു 6-ൽ നിന്നും 5-ലേക്ക് മാറുന്നു. ഗുരുവിൻ്റെ അവസ്ഥ, ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ജൂൺ 1 വരെ 4-ൽ സുഖസ്ഥാനത്താണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ വരെ ആ ഗുരു 5-ലേക്ക് മാറുന്നു. അതിനുശേഷം ഗുരു 6-ലേക്കും മാറുന്നു. പക്ഷെ ഗുരുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപൻ മാർച്ച് 10 വരെ സുഖസ്ഥാനത്താണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ഈ 4 ഗ്രഹങ്ങൾ. ഈ 4 ഗ്രഹങ്ങൾ എടുക്കുമ്പോൾ വർഷാരംഭം കർമ്മസ്ഥാനത്തും ക്രമേണ നേട്ടത്തിൻ്റെ സ്ഥാനത്തും, പിന്നെ 12 ജന്മരാശി 2, 3 രാശികളിലൂടെ ഈ 4 ഗ്രഹങ്ങളും രാശികൾ മാറുന്നു. അപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങളുടെ ഗോചരസ്ഥിതി അനുസരിച്ചുള്ള വർഷഫലമാണ് പറയുന്നത്. പക്ഷേ ഇതൊരു പൊതുഫലമായിട്ടേ കാണാവൂ. അപ്പം ഈ പൊതുഫലത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റം എന്ന് പറയുന്നത് ഈ കൂറുകാർക്ക് നടക്കുന്ന ദശ, അവർക്ക് നടക്കുന്ന അപകാരം, അതുപോലെ ഛിദ്രം. അപ്പോൾ ഈ ദശ, അപകാരം, ഛിദ്രമൊക്കെ ജാതകത്തിൽ ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ, ഇതിനനുസരിച്ച് പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതുമാത്രമല്ല, ഈ മീനക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ലഗ്നം എവിടെയാണ്. ഇപ്പം ചിലർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ. ഇപ്പം ഞാനിവിടെ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ ഏത് നക്ഷത്രത്തിൽ പെട്ടവരായാലും അവർക്ക് മീനലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫലം അവരെ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും. അപ്പം മീനക്കൂറിൽ പെടുന്നവർക്ക് മീനലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വന്നതെങ്കിൽ അവർ ആ ലഗ്നം ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നും കൂടെ നമ്മൾ നോക്കണം. അതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റം വരും. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് 2026 മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു സുഖസ്ഥാനത്താണ് ജൂൺ 1 വരെ. എങ്കിലും മാർച്ച് 10 വരെ ആ ഗുരു വക്രസ്ഥിതിയിലാണ്. ജന്മശനിയാണ്, ജന്മരാശിയിൽ ശനിയുണ്ട്. ശനി 12-ാം ഭാവാധിപനും കൂടിയാണ്. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, ബോഡി പെയിൻ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വർഷാരംഭത്തിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് ലഗ്ന
ജന്മലഗ്ന രാശ്യാധിപനും വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് ശാരീരികമായിട്ട് ചില സുഖക്കുറവിന് അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. അതേസമയം 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11-ൽ നിൽക്കുന്നു. അതായത് 6-ന്റെ 6-ലാണ് നിൽക്കുന്നത് വർഷാരംഭത്തിൽ. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അത് നമുക്ക് ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ അതിന് നമുക്ക് റിക്കവറി ആശ്വാസം കണ്ടെത്താനാകും. അതുപോലെ രാഹു 12-ലായതുകൊണ്ട് പൊതുവെ ഒരു ടെൻഷൻ, ഒരു പ്രത്യേകിച്ച് ഉറക്കക്കുറവ്, അമിതമായിട്ടുള്ള ചിന്തകളൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 12-ലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഈ മാർച്ച് മാസങ്ങളിലൊക്കെ നമുക്ക് സുഖസ്ഥാനാധിപൻ 12-ലാകുന്നതും സുഖക്കുറവുണ്ടാക്കും. അതുപോലെ മാർച്ച് 10 മുതൽ ഇതിന് മാറ്റങ്ങൾ വരും. കാരണം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ വക്രസ്ഥിതി മാറി ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നു. അപ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അതിൽ നിന്ന് നമുക്ക് റിലീഫ് നൽകും എന്ന് തന്നെ പറയാം. സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ ജന്മരാശിയിൽ വരികയാണ്. പക്ഷെ ആ ബുധൻ ജന്മരാശി എന്ന് പറയുന്നത് ബുധന് നീചരാശിയാണ്. എങ്കിലും ആ ജന്മരാശിയിൽ എങ്കിലും ഗുരു സുഖസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആ ഗുരുവും ബുധനും നമ്മൾ എടുത്തു കഴിയുമ്പോൾ ജന്മരാശിയിൽ വരുന്ന ബുധൻ നീചസ്ഥിതനാണെങ്കിലും ബുധന് നീചഭംഗം വരുന്നുണ്ട്. കാരണം നീചരാശ്യാധിപനായിട്ടുള്ള ഗുരു കേന്ദ്രസ്ഥാനത്ത് വരുന്നു. അതുപോലെ തന്നെ ബുധൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും ഗുരു ബുധൻ്റെ ക്ഷേത്രത്തിലും രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സുഖക്കുറവ് നമുക്ക് പരിഹരിക്കപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കുക. അതേസമയം നമ്മൾ ഈ ജന്മരാശിയിലൊക്കെ കുജനും ശനിയൊക്കെ യോഗം വരുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ ഏപ്രിലൊക്കെ ആകുമ്പോൾ, ഈ ഏപ്രിലൊക്കെ കഴിയുമ്പോൾ ഈ ശനിയും കുജനുമായിട്ടുള്ള യോഗം ജന്മരാശി വരുമ്പോൾ നമ്മൾ യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഇഞ്ചുറി, എന്തെങ്കിലും അപകടം, ഇതൊക്കെ സാധ്യതയുണ്ട്. അവിടേക്ക് ഒരു കെയർ വേണം. പിന്നെ അതുപോലെ തന്നെ ജൂൺ 1 ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു 4-ൽ നിന്ന് നേരെ 5-ലേക്ക് ഉച്ചരാശിയിലേക്ക് മാറുന്നു എന്ന് മാത്രമല്ല ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അത് നമുക്ക് വളരെ ഗുണാനുഭവമാണ്. പ്രത്യേകിച്ച് മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. സ്പിരിച്വൽ തലത്തിൽ ഉയർച്ചയുണ്ടാകും. ഫോക്കസ് കൂടും. മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ കുറയ്ക്കും. ഇപ്പോൾ ജന്മശനി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതിന് പ്രത്യേകിച്ച് ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു 5-ൽ ഉച്ചസ്ഥിതനായിട്ട് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ശനിയുടെ ബാഡ് ശനി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അതൊക്കെ മാറിക്കിട്ടും എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ക്ലേശങ്ങളൊക്കെ കുറയും. ജൂലൈ മുതൽ ജന്മരാശി നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതും നമുക്ക് നല്ലതാണ്. ജന്മരാശി നിൽക്കുന്ന ശനി വക്രത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശനി 12-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ജന്മരാശിയിൽ വക്രത്തിലാകുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ടുള്ള നമ്മുടെ ടെൻഷൻ കുറയ്ക്കും. നമ്മുടെ നെഗറ്റീവ് തോട്ടുകളൊക്കെ കുറയ്ക്കും. അതൊക്കെ നിയന്ത്രിക്കും. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുള്ളത് നമ്മുടെ നെഗറ്റീവ് തോട്ടുകളൊക്കെ കുറച്ച് നമുക്ക് പോസിറ്റീവ് തോട്ടുകൾ, ഒരു ആത്മബലമൊക്കെ നമുക്ക് നൽകും എന്ന് തന്നെ പറയാം. ആഗസ്റ്റിലൊക്കെ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6-ൽ തന്നെ വരുന്ന സമയമാണ്. അതൊക്കെ പ്രത്യേകിച്ച് വിപരീത രാജയോഗമാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകും. അതുപോലെ നവംബർ ഡിസംബർ മാസത്തിൽ ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു 6-ലേക്ക് മാറുന്നു. അത് ആ ഗുരു എന്ന് പറയുമ്പോൾ പൊതുവെ 6-ലേക്ക് മാറുന്നു. അത് ശുക്രൻ 8-ാം ഭാവാധിപനാണ്. ആ ശുക്രൻ 7-ലൊക്കെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നവംബർ ഡിസംബർ മാസങ്ങളിൽ
പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെയൊക്കെ ആരോഗ്യത്തിൽ കെയർ കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ ഗുരു തന്നെയാണ്. ആ ഗുരു ജൂൺ 1 വരെ സുഖസ്ഥാനത്ത് 4-ലുണ്ട്, 10ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ക്രമേണ ആ ഗുരു 5-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു, 6ലേക്ക് മാറുന്നു. ഇപ്പം ജൂൺ 1 വരെ 10ാം ഭാവാധിപൻ 10ൽ തന്നെ ദൃഷ്ടി ചെയ്യുകയാണ്. അത് ആദ്യത്തെ 2 മാസം ഗുരു വക്രത്തിലാകുമ്പോൾ ഈ തൊഴിലിടത്ത് ആ തൊഴിൽ സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ കൂടും. തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകളുണ്ടാകും. അതിനുള്ള പരിശ്രമങ്ങൾ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും. അതിൻ്റെ ഗുണം മാർച്ച് 10 കഴിയുമ്പോൾ അവർക്ക് അനുഭവപ്പെടും. കാരണം ആ ഗുരു മാർച്ച് 10 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നു, കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ വർഷാരംഭം ഈ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഉച്ചരാശിയിൽ വരികയാണ് 11-ൽ. അപ്പോൾ അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11-ൽ വരുന്നു. അത് നമുക്ക് ഈ തൊഴിലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാണ്. അതുപോലെ തൊഴിൽ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. മാർച്ച് ആദ്യവാരം കഴിയുമ്പോൾ തൊഴിൽ സ്ഥിതിയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു, കർമ്മഭാവാധിപൻ നേർസഞ്ചാരത്തിലാവുന്നു. തൊഴിലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കും. കർമ്മത്തിലൊക്കെ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകും. കരിയർ തലത്തിലൊക്കെ നമുക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷകർക്കൊക്കെ തന്നെ പൊതുവെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഏപ്രിൽ മാസമൊക്കെ 6ാം ഭാവാധിപനുള്ള സൂര്യൻ ഉച്ചരാശിയിലൊക്കെ വരികയാണ്. അതായത് 6-ന്റെ 6, അതായത് ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. അത് നമുക്ക് വർക്ക് പ്ലേസിലൊക്കെ ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു സ്ഥിതിയൊക്കെ കാണിക്കുന്നു. മെയ് കഴിയുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അത് തൊഴിലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. കാരണം കർമ്മഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ തൊഴിലിൽ അവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഒക്ടോബർ 8 വരെ ആ ഗുരു അഷ്ടമത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഗുരു 5-ൽ നിൽക്കുകയാണ്. ജൂലൈ മാസം 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ 6ലേക്ക് മാറുകയാണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നേട്ടം ഈ വർക്കിൽ അവർക്കുണ്ടാക്കും. ജൂലൈ ലാസ്റ്റ് മുതൽ കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അത് ജന്മരാശിയിലാണ് എങ്കിലും കർമ്മകാരകൻ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കർമ്മത്തിലൊക്കെ ഫോക്കസ് ചെയ്യണം. അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി ഈ 5 നമ്മുടെ ജന്മരാശി നിൽക്കുന്ന ശനിക്കുള്ളത് കർമ്മസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ്. അതിനുള്ള പദ്ധതികളെല്ലാം നമ്മൾ ആവിഷ്കരിക്കും. അതുകൊണ്ടുള്ളൊരു ഗുണമൊക്കെ അവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ആഗസ്റ്റിലൊക്കെ പ്രത്യേകിച്ച് ആദ്യ വാരമൊക്കെ ആകുമ്പോൾ ഈ 6ാം ഭാവാധിപൻ അതായത് 6ൽ തന്നെ വരികയാണ്. അത് നമുക്ക് തൊഴിലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. അതുപോലെ തന്നെ നമുക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ആ കേസുകളിലൊക്കെ നമുക്ക് വിജയം കണ്ടെത്താനാകും. അതുപോലെ തൊഴിലെടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. വർഷാവസാനമൊക്കെ ആകുമ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഗുരു 6ലേക്ക് മാറും. അതായത് കർമ്മസ്ഥാനത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു വരുന്നു. അത് തൊഴിലിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും, തൊഴിൽ ഉയർച്ചയുണ്ടാക്കും, തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും, തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാകുന്നതിന് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരുടെ സ്ഥിതി. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭം ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരു മാർച്ച് 10 വരെ വക്രത്തിൽ സഞ്ചരിക്കുന്നതും ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ ആ സമയത്ത് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നു. 2-9 ഭാവാധിപനായിട്ടുള്ള കുജനും നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നു. ഉച്ചസ്ഥിതിയിൽ ആ ചൊവ്വ വരികയാണ്. അപ്പോൾ ബിസിനസ് വഴി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് സൂര്യനും ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരികയാണ്. അപ്പം ബുധനും സൂര്യനും ശുക്രനും ഒക്കെ ആ 11ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ ബിസിനസ് പരമായിട്ട് നേട്ടം ഉണ്ടാകുമെന്ന് പറയാം. 7ാം ഭാവാധിപൻ ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരികയാണ്.
അതുപോലെ ഫെബ്രുവരിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ അല്പം ഫോക്കസ് വേണം. ബിസിനസ് ഡിസിഷനിലൊക്കെ ഒരു കെയർ വേണം. കാരണം ബുധൻ 12 വരികയാണ്. 7-ാം ഭാവാധിപൻ 12 സഞ്ചരിക്കുന്നു. ക്രമേണ ആ ബുധൻ വക്രത്തിലും സഞ്ചരിക്കുന്നു. അപ്പോൾ അത് ബിസിനസ് ചെലവ് കൂടുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ് കൂടുതൽ പണം മുടക്കുന്നതിനോ അതുപോലെ അതിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനമൊക്കെ ഈ ബുധൻ വക്രത്തിലാകുമ്പോൾ നമ്മൾ വളരെ ആലോചിച്ച് വേണം ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അവിടെ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ശുക്രൻ മാർച്ച് മാസത്തിൽ ആ ശുക്രൻ ജന്മരാശിയിൽ തന്നെ ഉച്ചസ്ഥിതനാകുകയാണ്. ഇപ്പോൾ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ആ സമയത്ത് ശുക്രൻ ഉച്ചസ്ഥിതനാകുന്ന സമയത്ത് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, കാരണം അഷ്ടമഭാവാധിപനാണ് ആ ശുക്രൻ. ആ ശുക്രൻ ഉച്ചസ്ഥിതനാകുന്നു. അപ്പോൾ അത് ഭാവത്തിൻ്റെ 6-ലാണ് ഉച്ചസ്ഥിതനാകുന്നത്. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ഏപ്രിൽ മാസമൊക്കെ ബുധൻ ജന്മരാശിയിൽ വരുന്നു. നീചസ്ഥിതിയിലാണ് ആ ബുധൻ ജന്മരാശിയിൽ വരുന്നത്. 7-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനുമാണ് ബുധൻ. ആ ജന്മരാശിയിൽ നീചസ്ഥിതനാകുന്നു. എങ്കിലും അത് ദോഷം ചെയ്യില്ല. കാരണം ബുധന് നീചഭംഗം വരുന്നു. മാത്രമല്ല ബുധൻ്റെ ക്ഷേത്രത്തിൽ ഗുരുവും ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ ബുധൻ. അപ്പോൾ അവിടെ നമുക്കത് ദോഷം ചെയ്യില്ല എന്നൂടെ മനസ്സിലാക്കുക. മാത്രമല്ല ആ ജന്മരാശിയിൽ വരുന്ന ബുധൻ 7-ല് ഉച്ചദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 7-ാം ഭാവാധിപൻ 7-ല് ഉച്ചദൃഷ്ടിയും കൂടെ ചെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ബിസിനസ് ആക്ടിവിറ്റീസിലൊക്കെ ഫോക്കസ് കൂടും. പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകും. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് ആ സമയത്തെ ഏപ്രിൽ മാസത്തെ കാണാം. അതുപോലെ തന്നെ മെയ് അവസാനത്തോടെ ഈ 7-ാം ഭാവാധിപനായുള്ള ബുധൻ 4-ല്, അതായത് 7-ാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്ത് വരികയാണ്. അതും നമുക്ക് ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ബിസിനസ്സിൽ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. ജൂൺ മുതൽ ഒക്ടോബർ വരെ ഗുരു 5-ൽ സഞ്ചരിക്കുകയാണ് ഉച്ചരാശിയിൽ. അത് നമുക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സഹായകമാകും. അപ്പോൾ ബുധനും ഗുരുവും ശുക്രനും ഒക്കെ ജൂണിൽ 5-ൽ യോഗം വരുന്നുണ്ട്. അത് ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ആഗസ്റ്റ് അവസാനമൊക്കെ ആകുമ്പോൾ ബിസിനസ്സിൽ നമ്മൾ ബുധൻ 6-ലൊക്കെ വരികയാണ്. അത് ആ സമയത്ത് ബിസിനസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ ശത്രുക്കളുടെയൊക്കെ ശല്യം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചതി, വഞ്ചന ഇവയിലൊക്കെ വീഴാതെയൊക്കെ നോക്കണം. അവിടെ ബിസിനസ്സിലൊരു കെയർ വേണം. അതുപോലെ സെപ്റ്റംബറിലൊക്കെ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7-ല് ഉച്ചസ്ഥിതനാകുകയാണ്. അതിനൊക്കെ ബിസിനസ്സൊക്കെ സെപ്റ്റംബർ മാസത്തിലൊക്കെ ശക്തമാകും. നല്ല ഒരു പുരോഗതിയൊക്കെ ആ ബിസിനസ് ദൃശ്യമാകുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. പുതിയ പാർട്ട്നേഴ്സൊക്കെ ബിസിനസ്സിൽ വരാനൊക്കെ അത് വഴിതെളിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു 6-ലേക്ക് മാറുന്നു. ബുധൻ 7-ാം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ 8-ലേക്ക് മാറുന്നു. അപ്പോൾ പൊതുവെ 8 എന്ന് പറയുമ്പോൾ 7-ന്റെ 2ആണ്. അത് ബിസിനസ്സിലെ ഒരു പരിവർത്തനത്തിന് വഴിതെളിക്കും. അതുപോലെ 7-ാം ഭാവാധിപൻ 8 നിൽക്കുമ്പോൾ ബിസിനസ്സിലൊരു പരിവർത്തനം. അപ്പോൾ അവിടെ നമ്മൾ ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകുന്നതിന് അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ വർഷാരംഭം 11-ലാണ് സ്ഥിതി. സൂര്യനും 11-ൽ സ്ഥിതിയുണ്ട്. 2-9 ഭാവാധിപനായിട്ടുള്ള കുജനും 11-ൽ സ്ഥിതിയുണ്ട്. അപ്പോൾ വർഷാരംഭം പഠനത്തിന് അനുകൂലമാണ്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു അതും 4-ലാണ് നിൽക്കുന്നത്, വക്രത്തിലാണ്. ശനി ജന്മരാശിയിലുണ്ട്. അപ്പോൾ ശനിയൊക്കെ ജന്മരാശിയിൽ വരുമ്പോൾ അത് പ്രത്യേകിച്ച് 12-ാം ഭാവാധിപനും കൂടെയായ ശനി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ആലസ്യമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാം. അവിടെ ഒരു കെയർ കൊടുക്കണം. ഫെബ്രുവരിയിൽ ബുധൻ 12-ലേക്ക് വരുന്നു. മാർച്ച് 3-ാം വാരം വരെ ബുധൻ
12 ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ, കാരണം ഒരു വിദ്യാകാരകനായിട്ടുള്ള ഗ്രഹം 12 വരുമ്പോൾ അത് പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ചിലപ്പോൾ അവിടെ ആ സമയത്ത് വന്നുവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പഠിത്തത്തിൽ കൂടുതൽ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ഗുരു മാർച്ച് 10 ആകുമ്പോൾ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലൊക്കെ വരുന്നു. അതുപോലെ അത് പഠനത്തിലൊക്കെ വർഷാരംഭത്തിലുണ്ടായ ആലസ്യമൊക്കെ മാറി ഒരു ഊർജ്ജസ്വലതയൊക്കെ ആ പഠനത്തിൽ ഉണ്ടാകും. പഠനത്തിൽ ഫോക്കസ് കൂടാനൊക്കെ സഹായകമാകും ആ ഗുരുവിൻ്റെ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്ന അവസ്ഥ. അതുപോലെ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ ജന്മരാശിയിൽ വരികയാണ്. ബുധൻ ജന്മരാശിയിൽ വരുന്നു. പക്ഷേ ബുധനെ സംബന്ധിച്ചിടത്തോളം ജന്മരാശി മീനൻ രാശിയാണ്. അവിടെ ആ ബുധന് ഒരു ബലക്കുറവുണ്ട്. പക്ഷേ നീചസ്ഥിതിയാണ് ബുധൻ്റെ രാശി. ആ ബുധൻ നിൽക്കുന്ന രാശി ബുധന് നീചത്വം കൊടുക്കുന്ന ഒരു രാശിയാണ്. അതേസമയം നീചരാശിയാധിപനായിട്ടുള്ള ഗുരു 4 നിൽക്കുന്നു ബുധൻ്റെ ക്ഷേത്രത്തിൽ. അവിടെ ആ ബുധനും ഗുരുവും രാശി മാറി നിൽക്കുകയാണ്. രാശി പരിവർത്തനമുണ്ട്. അത് നമുക്ക് ഈ ബുധൻ്റെ നീചസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കും. നീച ഭംഗം വരും. മാത്രമല്ല രാശി പരിവർത്തനമൊക്കെ പഠിതാക്കൾക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ജൂൺ 2 ആകുമ്പോൾ സ്ഥിതിയിൽ വലിയ മാറ്റം വരും. കാരണം ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ഗുരു 4 നിന്ന് നേരെ 5 ഉച്ചരാശിയിലേക്ക് മാറുകയാണ്. അത് പഠിതാക്കൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരു 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരു 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചിന്തകൾക്കും നല്ല തീരുമാനം എടുക്കുന്നതിനുമൊക്കെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗ ദർശനങ്ങൾ, അവരുടെ ചിന്തകൾ ഒക്കെ നമുക്ക് പഠിതാക്കൾക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പൊതുവെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ ഒക്ടോബർ വരെ ആ ഗുരുവിൻ്റെ സ്ഥിതി 5-ലാണ്. അത് പഠിതാക്കൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് പറയാം. അതേസമയം നമുക്ക് ആ സമയത്തൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു പുതിയ കോഴ്സിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ടൊക്കെ അഡ്മിഷൻ കിട്ടുമെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇഷ്ടവിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷൻ സാധ്യമാകും. വർഷം അവസാനമാകുമ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ആ ഗുരു 6 ഷിഫ്റ്റ് ചെയ്യുകയാണ്. കുജനും 6 വരുന്നു. അപ്പോൾ കുജൻ 6 വരുന്നത് കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ്, അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെയാണ് നോക്കാം. ധനസ്ഥിതി നോക്കുമ്പോൾ വർഷാരംഭം ധനകാരകൻ ഗുരു. ആ ഗുരു 4-ലാണ്, സുഖസ്ഥാനത്താണെങ്കിലും മെല്ലപ്പോക്കാണ്, വക്രത്തിലാണ് മാർച്ച് 10 വരെ. അപ്പോൾ അവിടെ ധനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഗുരുകാർ അവരുടെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റി അതിനുള്ള ചിന്തകൾ, അതിനുള്ള പദ്ധതികൾ ആ സമയത്ത് തയ്യാറാക്കും. അതുപോലെ ഈ ജന്മരാശിയിൽ ശനിയുണ്ട്. അതുപോലെ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ വർഷാരംഭത്തിൽ 11 ഉച്ചസ്ഥിതിയിൽ വരികയാണ്. 11ാം ഭാവാധിപനുള്ള ശനി ജന്മരാശിയിൽ. അത് പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അപ്പോൾ ജന്മശനി എന്ന് പറഞ്ഞാൽ തന്നെയും ആ ശനി 11ാം ഭാവാധിപനാണ്. അപ്പോൾ അത് നേട്ടം ഉണ്ടാകും. ഭാഗ്യനേട്ടങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് പറയാം. ബുധനും 11 വരികയാണ്. അപ്പോൾ അത് നമുക്ക് ജോയിൻ്റ് അസറ്റ് വഴിയോ പാർട്ട്ണർഷിപ്പ് വഴിയോ ഒക്കെ, അല്ലെങ്കിൽ കുടുംബ വസ്തുക്കൾ വഴിയോ കുടുംബ ബന്ധം വഴിയോ ഒക്കെ നമുക്ക് ധനാഗമം കൂടുന്നതിന് സാധ്യത കാണിക്കും. ഫെബ്രുവരിയിലൊക്കെ ആകുമ്പോൾ കുജനും സൂര്യനും ബുധനും ശുക്രനും ഒക്കെ 12-ലാണ്. ആ സമയത്ത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് വന്നുപെടാൻ സാധ്യതയുണ്ട്. ധനവ്യയത്തിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന മാസമാണ്. മാർച്ചിലൊക്കെ ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു. അത്
അഷ്ടമ ഭാവാധിപനാണ് ശുക്രൻ. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിൻ നമുക്ക് പ്രതീക്ഷിക്കാം. ധനകാരകനായിട്ടുള്ള ഗുരു മാർച്ച് മാസത്തിൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അത് നമുക്ക് ധനസ്ഥിതി, ധനം ധനം കൈവശം വന്നു ചേരുന്നുള്ള കാലതാമസമൊക്കെ മാറും. ധനം കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറും. ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായകമാകും. ജൂൺ 2 ആകുമ്പോൾ ഗുരു 5ലേക്ക് രാശി മാറുന്നതും ആ ഗുരു ഭാഗ്യസ്ഥാനത്തും 11ലും ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ പൊതുവെ ജന്മരാശിയിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും ആ ഗുരുവിൻ്റെ രാശിമാറ്റം ജൂൺ 2 മുതൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ ശുക്രനും പൊതുവെ 6 വരികയാണ്. അഷ്ടമ ഭാവാധിപനാണ് ശുക്രൻ. അത് 6 വരിക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജയോഗമാണ്. അത് പൊതുവെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് മണി ഗെയിൻ കിട്ടും എന്ന് തന്നെ പറയാം. ആഗസ്റ്റിലൊക്കെ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6 തന്നെ വരികയാണ്. അത് വിപരീത രാജയോഗമാണ്. ഇപ്പോൾ നമുക്ക് കടബാധ്യതകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കടബാധ്യത കുറയും, കടം വീടാൻ കഴിയും. അതുപോലെ ലോണൊക്കെ അപേക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ലോൺ കിട്ടുന്നതിനും അത് സഹായകമായിട്ടുള്ള ഒരു സാഹചര്യം ആ സൂര്യൻ്റെ 6ലെ സ്ഥിതി വഴിതെളിക്കും. അതുപോലെ ഈ കേസുകളുള്ളവർക്ക്, ഇപ്പോൾ പണസംബന്ധമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരങ്ങളിലെല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ അതുവഴിയൊക്കെ ഒരു ധനനേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒക്ടോബർ വരെ ഈ ധനകാരകനായിട്ടുള്ള ഗുരു 5 ഉച്ചസ്ഥിതിയിലാവുന്നത് ധനാഗമം കൂട്ടും. കാരണം 11 ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്, 9 ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും ധനാഗമം കൂടുന്നതിനും അത് വഴിതെളിക്കും എന്ന് നമുക്ക് പറയാം. ഇനി അതേസമയം 2 ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് സ്വാഭാവികമായിട്ട് സമ്പാദ്യവർദ്ധനവിനും അത് വഴിതെളിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ ജൂലൈ 27 മുതൽ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ 11ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ വക്രത്തിലാകുന്നത്. ഇപ്പോൾ 12ാം ഭാവാധിപൻ ജന്മരാശിയിൽ വക്രത്തിലാകുമ്പോൾ ആ ധനവ്യയം കുറയ്ക്കുന്നതിന് ആ ശനിയുടെ വക്രസ്ഥിതി സഹായമാകും. അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ ആ ശനി വക്രത്തിൽ വരികയാണ്. അപ്പോൾ നമുക്ക് ധനച്ചെലവ് കുറയ്ക്കാൻ അത് സഹായകമാണ്. ഗുരു 6ലേക്കൊക്കെ വർഷാവസാനം, അതായത് നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ഗുരു 6ലേക്കാണ് മാറുന്നത്. അത് നമുക്ക് കർമ്മഭാഗ്യമൊക്കെ ഉണ്ടാകും എങ്കിലും ആ ഗുരു 2ലും 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 12 ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് ചിലപ്പോൾ വരാം. അതേസമയം സമ്പാദ്യ ശീലം വർദ്ധിക്കുന്നതിനും ആ ഗുരുവിൻ്റെ 2ലെ ദൃഷ്ടി വഴിതെളിക്കും. അപ്പോൾ സമ്പാദ്യം വർദ്ധിക്കും. അതേസമയം നമ്മൾ പണം ചെലവ് ചെയ്യുന്നെങ്കിലും അനാവശ്യ ചെലവായിരിക്കില്ല. നല്ല കാര്യങ്ങൾക്ക്, ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പണച്ചെലവ് അവരുടെ ഭാഗത്ത് ആ ഗുരുവിൻ്റെ 6ലേക്കുള്ള സ്ഥിതി കൊണ്ട് ഉണ്ടാകും എന്ന് പറയാം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് വർഷാരംഭം 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11ൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ജനുവരി മാസം എന്ന് പറയുന്നത് ആലോചനകൾക്ക് അനുകൂല സമയമെന്ന് പറയാം. അതുപോലെ പക്ഷേ 7ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പം 7ാം ഭാവാധിപൻ അനുകൂല സ്ഥാനത്താണെങ്കിലും 7ൽ ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ ആലോചനയിൽ ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നീണ്ടുപോകുന്നതിനോ സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം പൊതുവെ ശനി ഒരു കാലതാമസത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം 7ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ വിവാഹത്തിൽ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് ഒരു കാലതാമസം അവിടെ ചിലപ്പോൾ ഉണ്ടായില്ല. ആലോചനകൾ വരും, പക്ഷേ നിശ്ചയത്തിന് കാലതാമസം വരും.
അതേസമയം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 12-ലാണ്. 12-ലാണെങ്കിൽ രാഹു ഉണ്ട്. അത് വിവാഹം ആലോചിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നില്ല. മാർച്ച് മാസമാകുമ്പോൾ ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ ആ ശുക്രൻ്റെ ദൃഷ്ടി 7-ലുണ്ട്. പക്ഷെ നീച ദൃഷ്ടിയാണ്. അതും അനുകൂലമല്ല. കാരണം ശുക്രൻ 7-ൽ ദൃഷ്ടി ചെയ്യുന്നെങ്കിലും ശുക്രൻ അവിടെ ബലമില്ല. ഏപ്രിൽ മാസമാകുമ്പം ബുധൻ ജന്മരാശിയിൽ വരുന്നു. ജന്മരാശി എന്ന് പറയുമ്പം ബുധൻ്റെ നീചരാശിയാണ്. പക്ഷെ ആ ബുധന് നീചഭംഗമുണ്ട്. കാരണം രാശ്യാധിപനായിട്ടുള്ള ഗുരു 4-ല് ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പം ബുധൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും ഗുരു ബുധൻ്റെ ക്ഷേത്രത്തിലും രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു. അത് പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ മാത്രമല്ല ശുക്രനും ഗുരുവുമായിട്ട് മെയ് മാസമൊക്കെ ആകുമ്പോൾ 4-ല് യോഗം വരുന്നുണ്ട്. അതും നമുക്ക് ആലോചനകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, 7-ല് ശനിയുടെ ദൃഷ്ടി വർഷാവസാനം വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിവാഹ ആലോചനകൾ വന്നാലും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് അതിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ ജൂൺ മുതൽ ഒക്ടോബർ വരെ ഗുരു 5-ലേക്ക് വരുന്നു. 9, 11-ല് അതുപോലെ ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പൊതുവെ 5-ലേക്കൊക്കെ ഗുരുവിൻ്റെ സ്ഥിതി വരുമ്പോൾ, അത് ഉച്ചസ്ഥിതി വരുമ്പോൾ പ്രണയബന്ധം അത് ദൃഢമാകും. അവിടെ ശുക്രൻ്റെ ഒരു യോഗവും കൂടെ ഗുരുവുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗുരുശുക്ര യോഗം അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ക്രമേണ 5-ൽ വരുന്നു. അവിടെയും പ്രണയവിവാഹത്തിന് സാധ്യത കാണിക്കുന്നു. അപ്പം 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ 7-ല് ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. കന്നിരാശിയിൽ ബുധന് ഉച്ചസ്ഥിതി വരുന്നുണ്ട്. അത് വിവാഹത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്ക് സെപ്റ്റംബർ മാസത്തെ കാണാം. നവംബർ ഡിസംബർ മാസമൊക്കെ വരുമ്പോൾ ഗുരു 6-ല്, അവിടെ നമുക്ക് ആലോചനകളിൽ ഒരു കെയർ വേണം. കാരണം ഗുരുവിനെ സംബന്ധിച്ചോളം ഇഷ്ടസ്ഥാനമല്ല 6 എന്ന് പറയുന്നത്. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ജനുവരിയിലൊക്കെ ദാമ്പത്യബന്ധം സന്തോഷകരമാണ്. എങ്കിലും ഇപ്പോൾ ബുധന് 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ടും 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനുമായിട്ടും അതുപോലെ ചൊവ്വയുമായിട്ടുമൊക്കെ ബന്ധം വരുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ നമ്മൾ ദാമ്പത്യബന്ധമൊക്കെ ഓക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. വർഷാരംഭത്തിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ വരുമ്പോൾ 7ാം ഭാവാധിപൻ 12-ലൂടെ സഞ്ചരിക്കുകയാണ്. അതും ദാമ്പത്യബന്ധം സന്തോഷകരമാക്കണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം ഈ രവിയും ശുക്രനുമായിട്ടുള്ള ബന്ധമൊക്കെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ പൊതുവെ ദാമ്പത്യ ബന്ധമൊക്കെ സന്തോഷകരമാകും. ജൂൺ ഒക്ടോബർ മാസത്തിൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു ഇമ്പ്രൂവ്മെൻ്റൊക്കെ പ്രതീക്ഷിക്കാം ജൂൺ മുതൽ ഒക്ടോബർ വരെ. കാരണം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു 5-ൽ വരുന്നു. അതുപോലെ അത് നമുക്ക് ബന്ധമൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒക്ടോബറിന് ശേഷം നവംബർ ഡിസംബർ മാസമൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഗുരു 6-ലേക്ക് പോകുന്നു. അതുപോലെ ഇപ്പോൾ പൊതുവെ ഒരു കുടുംബജീവിതത്തിലോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഫെബ്രുവരി മാസമൊക്കെ വരുമ്പോൾ
കുടുംബ ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. അത് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. മാർച്ച് പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നത്, അതുപോലെ ബുധനും 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ജന്മരാശ്യാധിപനായുള്ള ഗുരുവുമായിട്ട് രാശി പരിവർത്തനമൊക്കെ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കുടുംബജീവിതം സന്തോഷകരമാക്കാം. വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് ആ ഗുരുവിൻ്റെയും ബുധൻ്റെയും രാശി പരിവർത്തന സമയത്ത് നമുക്ക് കാണാം. ജൂണിലൊക്കെ ആകുമ്പോൾ, ജൂൺ 1, ജൂൺ 2-ാം തീയതിയൊക്കെ ആകുമ്പോൾ ഗുരുവിൻ്റെ 5-ലേക്കുള്ള രാശിമാറ്റം, അതുപോലെ അത് പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും. കാരണം ജന്മരാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് നല്ല ചിന്തകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ വരും. അതുപോലെ ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ബുധൻ 4-ാം ഭാവാധിപൻ 4-ഉം 5-ഉം രാശികളിലൂടെ സഞ്ചരിക്കുകയാണ്. അത് കുടുംബപരമായിട്ടുള്ള കുടുംബജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും. ആഗസ്റ്റ് മാസമൊക്കെ കുടുംബ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന് അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ 4-ഉം 7-ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6-ലൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കുടുംബ സംബന്ധമായിട്ടും അതുപോലെ വിവാഹ സംബന്ധമായിട്ടും, കാരണം 7-ാം ഭാവാധിപൻ 6-ൽ വരുന്നു, 4-ാം ഭാവാധിപൻ 6-ൽ വരുന്നു. അപ്പോൾ അത് കുടുംബ വിഷയത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഒക്കെ തന്നെ, കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ തന്നെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആഗസ്റ്റ് മാസം. അതുപോലെ സെപ്റ്റംബറിൽ കുടുംബ പ്രശ്നങ്ങൾ കുറയുന്ന സമയമായിരിക്കും. കൂടുതൽ സന്തോഷ അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകും. നവംബർ, ഡിസംബർ മാസമൊക്കെ വരുമ്പോൾ ഗുരു പൊതുവെ 6-ലേക്ക് രാശി മാറുകയാണ്. എങ്കിലും 2-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് നമുക്ക് കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.